നമസ്കാരം. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം തിരുവനന്തപുരത്ത് അടിപൊളിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കിട്ടുന്നത് കണ്ണൂർ ജില്ല ഒന്നാം സ്ഥാനം നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. 713 പോയിന്റുമായി നമ്മുടെ കണ്ണൂരിൻ്റെ ചുടക്കുട്ടികൾ 713 പോയിന്റുമായി ഒന്നാം സ്ഥാനത്ത് നിലനിർത്തുക. തൊട്ടു പിന്നാലെ കോഴിക്കോട് 708 പോയിന്റുമായി കോഴിക്കോട് ജില്ല 4ാം ദിവസവും നടക്കുന്നു. അതിൻ്റെ തൊട്ടു പുറകിലെ തൃശ്ശൂർ ജില്ലയാണ്. വാശിയേറിയ പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 713 പോയിന്റുള്ള കണ്ണൂർ ഏത് സമയവും മാറി മറിയാവുന്നതാണ്. ഇനി അവശേഷിക്കുന്ന ഇനങ്ങളിലെ ഗ്രേഡ് കൂടുകൾ കൂടി പരിശോധിച്ചാൽ, അല്ലെങ്കിൽ അതിൻ്റെ സാധ്യത കൂടി പരിശോധിച്ചാലേ യഥാർത്ഥത്തിൽ ചാമ്പ്യൻ പട്ടം കണ്ണൂർ ജില്ലയ്ക്ക് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ആദ്യ ദിനം മുതൽ ഇതുവരെ കണ്ണൂരിനെ മറികടന്നിട്ടില്ല. 713 കണ്ണൂർ ജില്ലയുടെ പോയിന്റ്. തൃശ്ശൂർ 2ാം സ്ഥാനത്ത് 708, പാലക്കാട് 702 പോയിന്റുമായി 3ാം സ്ഥാനത്തുണ്ട്. തൊട്ടു പിന്നാലെ മറ്റു ജില്ലകളും നല്ല മികച്ച പ്രകടനത്തോടു കൂടി തന്നെ പിന്നാലെ തന്നെ ഉണ്ട് എന്നൊരു വസ്തുതയാണ്. കാരണം 4ാം സ്ഥാനത്തുള്ള പാലക്കാട് 702 പോയിന്റ് ഉണ്ട്. 5ാം സ്ഥാനത്ത് മലപ്പുറം ജില്ലയാണ്. 681 പോയിന്റ് ഉണ്ട്. അത് പക്ഷേ ഒരു മത്സരത്തിലെ എ ഗ്രേഡ് നേടുന്ന കുട്ടികളുടെ എണ്ണത്തിലെ മാറ്റം മാത്രം മറികടക്കാൻ കഴിയുന്ന പോയിന്റ് നിലയാണ് യഥാർത്ഥത്തിൽ ഉള്ളത്. പക്ഷേ ഇതുവരെയുള്ള ട്രെൻഡ് പരിശോധിച്ചാൽ കണ്ണൂർ വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. സജീവമാണ്. കാണികളുടെ ഒരു പങ്കാളിത്തത്തിൻ്റെ കുറവ് മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം വളരെ മികച്ച നിലയിൽ തന്നെ തിരുവനന്തപുരത്ത് സ്കൂൾ പുരോഗമിക്കുകയാണ്. കുട്ടികൾക്ക് കിട്ടുന്ന പ്രോത്സാഹനത്തിനൊന്നും ഒരു കുറവുമില്ല. സദസ്സുകളിലെല്ലാം അത്ര ആളില്ലെങ്കിലും അത്യാവശ്യം ജനങ്ങളുടെ സപ്പോർട്ടും എല്ലാം ഉണ്ട്. എല്ലാ മംഗളകരമായി അവസാനിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.